പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസത്തിലാണ് നാം ഓരോരുത്തരും സന്നിധരായിട്ടുള്ളത്. ധാരാളം പ്രതിഫലം നൽകുന്ന മാസം എന്നതിലുപരി ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന അവസാന പത്തിലാണ് നാം ഓരോരുത്തരും സന്നിധരായിട്ടുള്ളത്. റംസാൻ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവതരിച്ച മാസമാണ്. എല്ലാ മതവിഭാഗങ്ങളിലും വ്രതം നടത്തുന്നത് പോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിലും വ്രതം അനുഷ്ഠിക്കുന്നത് പല രൂപത്തിലാണ്. പക്ഷേ എല്ലാവരുടെയും എയിം അല്ലെങ്കിൽ ഉദ്ദേശം ഒന്നാണ്. എന്താണ്? ദൈവപ്രീതി കരസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ മതങ്ങളും വ്രതം അനുഷ്ഠിക്കുന്നത്. ഏതായാലും മതങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹവും ഐക്യവും സാഹോദര്യവും സാവർത്തിത്വവും വർദ്ധിപ്പിക്കാനും അത് മുഖേന നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ബോധ്യത്തോടു കൂടി നീങ്ങാൻ വേണ്ടിയാണ് മതങ്ങളെല്ലാം ഈ നാട്ടിൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഓരോ മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും കെട്ടിമറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഒരു വിശ്വാസിക്കും, ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. പരസ്പര സ്നേഹത്തോടെ നീങ്ങേണ്ട മതവിഭാഗങ്ങൾ പരസ്പരം കലഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ. MES സംബന്ധിച്ചിടത്തോളം, MES സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇഫ്താർ മീറ്റുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും സാഹോദര്യവും സാഹോദര്യത്വവും പരസ്പര ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. സെൻട്രൽ സ്കൂൾ ഒരുക്കിയ ഈ സൗഹൃദ വിരുന്നിന്, ഇങ്ങനെ ഒരു മഹത്തായ ചടങ്ങിന് എത്തിച്ചേർന്ന പ്രിയങ്കരായ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, പുണ്യത്തിൻ്റെ പൂക്കാലമായ ആകാശത്തുനിന്ന് ബർക്കത്ത് ചൊരിയുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഖിറാഅത്തിൽ ഓതി വെച്ച ആയത്തിൽ വളരെ സ്പഷ്ടമായി ഈ അവതരിച്ചതിനെയും നോമ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനും നമ്മുടെ കൂട്ടായ്മ, സ്നേഹം, സാഹോദര്യം, സൗഹൃദം, സഹവർത്തിത്വമൊക്കെ പരസ്പരം പങ്കിടാനും നമുക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട്. നമ്മളെല്ലാ ചടങ്ങുകളും എല്ലാ മതവിഭാഗങ്ങളുടെ എല്ലാ ചടങ്ങുകളുമായി ഐക്യപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും മുന്നേറുന്ന ഒരു സ്ഥാപനമാണ് MES എന്ന് പറയുന്നത്. അപ്പോൾ ഈ MESൻ്റെ ഇങ്ങനെ ഒരു ഇഫ്താർ വിരുന്നിലേക്ക് പ്രത്യേകിച്ച് നമ്മളെ പ്രിയങ്കരനായ ദിലീപ് കൈനിക്കര സാറിന് ഇന്നിപ്പം വേറെ ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ചെന്ന് പറയുന്നില്ലെങ്കിലും അദ്ദേഹം ഈ ചടങ്ങിൽ എത്തിച്ചേർന്നത് നമ്മളോടുള്ള MESനോട് അദ്ദേഹം കാണിക്കുന്ന ഒരു പ്രത്യേക സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതിഫലനമാണ്. അദ്ദേഹം വന്നതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ അറിയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ അകത്തരിൽ നിന്നുള്ള റമളാൻ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്കൊരു ഐശ്വര്യമുള്ള പ്രാർത്ഥനാ നിർഭരമായ പുണ്യത്തിൻ്റെ പൂക്കാലം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും. നമ്മുടെ സമൂഹത്തിന് വലിയ സേവനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ പ്രോഗ്രാമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രം നോക്കുമ്പോൾ, നമ്മുടെ ചരിത്രം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം നോക്കുമ്പോൾ അതിൽ നമ്മളുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിൽ ഏതൊരു വിദ്യാഭ്യാസ സൂചിക എടുത്താലും നമ്മുടെ നാട് ഇന്ന് ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ശക്തമായ ഒരു പങ്ക് വഹിച്ച ഒരു സംഘടന തന്നെയാണ് MES എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ ചുക്കാൻ പിടിക്കാൻ കടന്നു വന്നിരിക്കുന്ന മഹത് വ്യക്തികൾക്കൊക്കെയും അതിൽ കൃത്യമായ റോളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഭാരവാഹികളാകട്ടെ ജില്ലാ ഭാരവാഹികളാകട്ടെ അവരൊക്കെയും നമ്മുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ വളരെ കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളാണ്. ഈ നാടിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതും തങ്ങളുടെ കർത്തവ്യ പദത്തിൽ പെടുന്നതാണ്. നമ്മൾ റമദാൻ മാസത്തിൽ പറയുന്നത് പോലെ കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന, കൂലി ലഭിക്കുന്ന സംഗതിയാണ് എന്നൊരു ഉത്തമ ബോധ്യത്തോടു കൂടി തങ്ങളുടെ മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് തങ്ങളുടെ എഫേർട്ടുകൾ ഈ ഒരു മേഖലയിൽ കൂടി ആവശ്യമുണ്ട് എന്നൊരു തിരിച്ചറിവോടുകൂടി മുന്നോട്ട് വരുന്ന എല്ലാ ഭാരവാഹികളെയും ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ഒരു റമദാൻ കാലത്തിൽ ഈ ഒരു ഇഫ്താർ സംഗമത്തിൽ അഭിനന്ദിക്കുകയാണ്. സോ ആ ഒരു രീതിയിൽ സാഹോദര്യം എന്നുള്ള ഒരു വലിയ ആശയം, സഹജീവി സ്നേഹം എന്നുള്ള ഒരു വലിയ ആശയം, അതിൻ്റെയൊക്കെ ഒരു പ്രതിനിധാനമായിട്ട്, അതിൻ്റെ ഒരു മനോഹരമായ മാതൃകയായിട്ട് ഇനിയും മുന്നോട്ട് പോകുവാൻ MESന്റെ സ്ഥാപനങ്ങൾക്കും സാധിക്കട്ടെ എന്ന്